ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ബാക്ക്ഗ്രൗണ്ട് ശോകം എന്നാലും കുഴപ്പമില്ല. അപ്പം ഗൈസ് നമ്മൾ ഒന്ന് വെഞ്ഞാറമൂട് വരെ പോവുകയാണ് ഞങ്ങളുടെ ഗെയിമിംഗ് ലോഞ്ചിലേക്ക്. അപ്പം എന്താ അവിടെ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ ബിജോയുടെ ചേട്ടന് അവർക്ക് മീൻസ് പ്രൊജക്റ്റൊക്കെ ചെയ്ത് കൊടുത്ത അവൻ്റെ ചേട്ടന്. അപ്പം അവൻ്റെ ചേട്ടന് വേണ്ടിയിട്ട് ചെറിയൊരു സമ്മാനം ഇതിലും മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ സാധനം എന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം. ആൻഡ് പോകുന്ന വഴിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും. എൻ്റെ DJയുടെ ആക്ഷൻ 2 ക്യാമറയാണ്. വലിയ മെനയൊന്നും ഇല്ല, എന്നാലും കൊള്ളാം, സാധനം കൊള്ളാം. ഇങ്ങനത്തെ മൊമെൻറ്റ്സൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ കിട്ടുന്നൊരു സാധനമാണ്. അപ്പം ഫോണിൻ്റെ യൂസേജ് കുറയും. ഇതിൻ്റെ അകത്തായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂടെ താണ്ട ഇവിടെ ബിജു ഉണ്ട്. ഞാൻ അവിടെ കൊല്ലത്തത് പാവ എന്നെ വിളിക്കാൻ ഇവിടം വരെ വന്നു ഗൈസ്. ഇങ്ങനെ ഒരു പോകുന്ന കാര്യം പ്ലാൻ ചെയ്തപ്പോഴേ. ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം താണ്ടേ ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രം പോകാനായിട്ട് ഇറങ്ങി. ട്രിവാൻഡ്രം അല്ല, വെഞ്ഞാറമൂട്. അപ്പം താണ്ടേ ഈ വണ്ടിക്കകത്താണ് ഗൈസ് പോകുന്നത്. താണ്ടേ ബിജു ഇതാ നിൽക്കുന്നത്, അവൻ്റെ വണ്ടിയാണ്. ഞങ്ങളിപ്പം താണ്ടേ ഗിൽഗല്ലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മീൻ തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് വന്നു. അപ്പം മീനൊക്കെ തീറ്റയൊക്കെ കൊടുത്തിട്ട് അവർ പെട്ടെന്നുണ്ടല്ലോ, അങ്ങനെ മീൻ തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ കോളേജിൽ പോകണം. കോളേജിൽ പോയിട്ട് ഈ ബാറ്റ് ഉണ്ട്, യോണക്സിൻ്റെ 2 ബാറ്റ് ഇരിപ്പുണ്ട്. ഈ ബാറ്റ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കണം. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് നേരെ വേറെ ഒരുത്തനെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വെഞ്ഞാറമൂട് പോകും. അപ്പം പോകുന്ന വഴിക്ക് എല്ലാം കാണാം. ടാറ്റാ. അദ്വൈതേറ്റ വണ്ടിയിൽ വന്നു പോയാലോ? Oh, you make me wanna talk back to you. Say it like that. If I hate you, then find someone new, baby. But you know I never will. No, so I choke you down just like a pill. ബ്ലോഗും പരിപാടിയൊക്കെ അതിൽ അവൻ്റെ പണിയാണ്. അവരെടുത്തോണ്ട് പോകും, എന്നിട്ടൊന്നും കാണൂല ഇടുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോകും. അതെന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഇതൊക്കെ എവിടെ പോണമെന്തോ? ഇത് ഉറപ്പായിട്ടും വരും. ഇത് വരും, ഇത് വന്നേ പറ്റൂ. ഗൈസ് ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഭ്രാന്ത്. ബുള്ളറ്റിൻ്റെ അകത്ത് 30 കിലോമീറ്റർ എക്സ്ട്രാ ഓട്ടിച്ച് വന്ന് ഫുഡ് കഴിക്കാൻ വന്നു. മീൻസ് ഞങ്ങൾ വന്ന വേറെ സ്ഥലത്താണ്, പക്ഷെ അവിടുന്ന് 30 കിലോമീറ്റർ ഓട്ടിച്ച് ഇവിടെ ട്രിവാൻഡ്രം സിറ്റിയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ചില ഫുഡൊക്കെ ചില കടയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ വന്നു. ഇനി ഇവിടുന്ന് കഴിച്ചിട്ട് പറയാം എങ്ങനെ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ആളില്ല. ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. വിജയ് സീനായിട്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇവിടെ ആളില്ല. പക്ഷെ ആളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയൊക്കെ ഓപ്പണായൊന്നുമില്ല. ഞങ്ങളാണെന്ന് തോന്നുന്നു ആദ്യം വന്നു. അയ്യോ ഭ്രാന്ത, ശരിക്കും ഭ്രാന്തായിരുന്നു. ആറ്റിങ്ങലിൽ നിന്ന് വെഞ്ഞാറമൂട് വരെ പോകാനായിട്ട് അവിടുന്ന് ലെഫ്റ്റ് കയറി പോയാൽ മതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടുന്ന് ആറ്റിങ്ങലിൽ നിന്ന് പിന്നെ സ്ട്രെയിറ്റ് വീണ്ടും 32 കിലോമീറ്റർ ഓടിച്ച് ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തോട്ട് വരാൻ. കോവളം പോകുന്ന റൂട്ടായിരുന്നു. ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. വിശന്നാൽ പിന്നെ അറിയാമല്ലോ, പൊതുവേ ഞങ്ങൾ ആമ്പിളർക്കൊക്കെ ചെയ്ത പേരുള്ള ചായ കുടിക്കാൻ വേണ്ടി വണ്ടി എടുത്ത് 50 കിലോമീറ്റർ പോകുന്നുള്ളത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നതിന് ബേർത്താണോ എന്ന് ഫുഡ് കഴിച്ചിട്ട് പറയാം. ആൻഡ് ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം എന്തോന്ന് അറിയത്തില്ല, പറയാൻ. സ്റ്റേ ട്യൂൺഡ്. ഗൈസ് അങ്ങനെ ഫുഡ് കഴിക്കാൻ
സ്റ്റാർട്ടർ പോലെ വന്നിട്ടുണ്ട്. വ്യക്തമായില്ല. ഡ്രാക്കുളേ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങള് ഇൻഫ്യൂസ്ഡ് ചിക്കനാണ് ഗൈസ് ഓർഡർ ചെയ്തത്. ഇപ്പം വലിയ സാധനം. അതിന് മുമ്പ് സ്റ്റാർട്ടർ പോലെ അവർ കൊണ്ടുവന്ന് വെച്ചാണ്. ശരിയെന്നാ കഴിച്ചു. അങ്ങനെ ബിജു വണ്ടി ഓടിക്കാൻ പഠിച്ചു ഗൈസ്. അങ്ങനെ അദ്വൈതാണ് ആശാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു ബിജുവിനെ. ഇടയ്ക്ക് ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇടും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളൂ. ഗിയറിന് ഹാൻഡ് ബ്രേക്ക് ഇടുക, അതൊക്കെ ബിജുയുടെ ചെറിയ ലീല വിലാസം. ഗൈസ് ബിജോയ്ക്ക് കേന്ദ്രയായി ഗൈസ്. സ്ട്രീറ്റ് ഫൈറ്റർ കളിച്ച് തോറ്റ കാരണം ബിജോയ്ക്ക് കേന്ദ്രയായി. 7 മണിക്ക് പോകാമെന്ന് പറഞ്ഞവൻ 6:50 പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ബിജോയ്ക്ക് കേന്ദ്രയായി ഗൈസ്. Guys, keyboard is available. കീബോർഡ്സ് Keyboards. ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. ആൻഡ് ഐ വിൽ ബി ഡ്രൈവിങ്. അമ്മ 2 രാവണ്ടിക്ക് കയറി ഞങ്ങൾ പോവുകയാണ്. ഈ ഗൈസ് അവിടെ ചെന്നിട്ട് വിളിക്കാം. അവിടെ ചെന്നിട്ട് പറയാം കാര്യങ്ങൾ. ഞാനിവിടെ ബസ് എത്തിക്കാണ് ബസ് സ്റ്റോപ്പിൽ. രാവിലത്തിന് എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവനെനിക്ക് ബസ് വരാൻ വെയിറ്റ് ചെയ്യുന്നു. ബസ് എത്തിക്കുക കുറേ നേരമായി, ബസ് ഇതുവരെ വന്നില്ല. അത് വേറെ കാര്യം. ഗൈസ് എൻ്റെ കോലം കണ്ടില്ലേ ഗൈസ്? എൻ്റെ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. സോ ഇനിയിപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. അവരടുത്ത് പോയിട്ട് മീൻസ് വണ്ടി ഉണ്ടായിരുന്നു, വണ്ടി കൊല്ലം വരെ ഉള്ളായിരുന്നു ബൈക്ക്. പിന്നെ അവനെ വീട്ടിലാക്കി. പിന്നെ അവിടുന്ന് ബസ് കയറി വന്നേനെ. ബസ് കയറി പക്ഷേ തെക്കുമ്പോഴത്തോട്ട് ബസ്സില്ലായിരുന്നു. അപ്പം നടന്നൊക്കെ വന്നേ. നല്ല ടൈഡ്. എൻ്റെ കണ്ണൊക്കെ ചൊപ്പുന്നില്ല. അയ്യോ പരിമതി. ഇതാണ് ക്ഷീണിച്ചുള്ള അവസ്ഥ. ഞാനിപ്പോൾ ലൈവൊന്നും ഇടത്തില്ല. കുറച്ച് ഡേറ്റാസൊക്കെ ട്രാൻസ്ഫർ മീൻസ് വീഡിയോസൊക്കെ ഞാൻ പി സിയിലോട്ടാക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഡു ലൈക്ക്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഇന്ന് നമ്മൾ കടയിൽ പോയപ്പം ഇതാണ്ടേ ബോട്ടിൻ്റെ ഒരു പവർ ബാങ്ക്. ഇതെൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്, മീൻസ് പൈസ എന്നിട്ട ബോട്ടിൻ്റെ ഒരു പവർ ബാങ്ക് PB400 Pro. ഇത് മേടിച്ചു. പിന്നെ ഒരു MIയുടെ പവർ ബാങ്ക് മേടിച്ചു. ആൻഡ് ഇത് 22.5 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജൊക്കെ ഉള്ളതാണ്. ഇത് 10,000, മറ്റേത് 20,000 അപ്പോൾ ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് സാധനം എടുത്ത് കൊടുത്തത്. ആൻഡ് ബിജോയ്ക്ക് നമ്മളൊരു അവൻ്റെ ചേട്ടന് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു കീബോർഡ്, അത് എൻ്റെ കയ്യിലില്ല. അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കാം. ഒരു E5 ഹെർമിസിൻ്റെ E5 ഒരു കീബോർഡ് മൗസോട് വരുന്ന കോംബോ സെറ്റ്, അത് നമ്മളെടുത്ത് കൊടുത്ത്.
ആൻഡ് ഇതൊക്കെ അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പൊന്നോ, കൂടെ ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ എൻ്റെ പുതിയ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സ്റ്റേ ട്യൂൺഡ്. Do me in the worst way. Don't let me sleep. Never say you're sorry. Oh, maybe I'll leave. Maybe, but you know I never will. No, so I choke you down just like a